guys, welcome back to my YouTube channel. So, ഇന്ന് ഒരു പർപ്പിൾ ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഡെലിവറി ആയപ്പോൾ തന്നെ ഞാൻ ഔട്ടർ പാക്കേജ് ഒന്ന് തുറന്നിട്ട് എല്ലാ പ്രൊഡക്ട്സും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് എടുത്ത് അൺബോക്സ് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ് ടുഗദർ. ഫസ്റ്റ് തന്നെയുള്ളത് ഡെർംഡോക്കിൻ്റെ ഒരു യൂട്ടിലിറ്റി പൗച്ചാണ്. ഇത് ഒരു ഫ്രീബി ആയിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൗച്ചാണ് കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം എനിക്ക് ഇത്ര വലിയ പൗച്ചൊക്കെ കിട്ടുന്നു. ഞാൻ സ്മിറ്റണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും പൗച്ച് കിട്ടാറുണ്ട്, പക്ഷെ അത് ചെറിയ പൗച്ച്. അതായത് ഇത് പക്ഷേ കൊള്ളാം. ഇത് സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റുന്ന അത്ര വലുതാണ്. ദെൻ വി ഹാവ് സിംപിളിൻ്റെ ഫേസ് വാഷ് ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും റീപർച്ചേസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. കുറച്ച് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് വർക്കിംഗ് ആയിട്ട് തോന്നിയത്. ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. എനിക്ക് ഇതുവരെ ഇത് വെച്ചിട്ട് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ദെൻ വി ഹാവ് ദി പുക്കൻ പൗഡർ ഫ്രം ഗുഡ് വൈബ്സ്. ഇതും നല്ല സാധനമാണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരുവിധം നമ്മുടെ ടാനൊക്കെ കുറയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. സോ എനിക്ക് കയ്യിലൊക്കെ നല്ല ടാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. സ്കിൻ റേഡിയൻസ് ഗോൾഡ് ഷീറ്റ് മാസ്ക് ഫ്രം ഗുഡ് വൈബ്സ്. ഇതും ഫ്രീബി ആയിട്ട് കിട്ടിയതാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ കുറേ ആയൊരു ഫേസ് ഷീറ്റ് മാസ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ട് I will definitely try this. ഇതും ഫ്രീബി ആയിരുന്നു. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കിക്കുംകോ ഫേസ് വാഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടി നല്ലത് ഓയിലി സ്കിന്നിലായിരിക്കും. എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. എനിക്ക് ഈ സാമ്പിൾ ഉണ്ടല്ലോ കുറേ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് കൊടുക്കും. ബിക്കോസ് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല, അവരെങ്കിലും യൂസ് ചെയ്യട്ടെ. ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയറിംഗ് മോയ്സ്ചറൈസർ. ഇത് ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴും റീപർച്ചേസ് ചെയ്യാറുള്ള ഒന്നായിരുന്നു. ബിക്കോസ് എൻ്റെ നല്ല സെൻസിറ്റീവ് ആൻഡ് ഡ്രൈ സ്കിന്നാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നല്ല പ്രൊഡക്റ്റ്. ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഇതുള്ളത്. ബിക്കോസ് വേറെ എനിക്ക് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ബട്ട് എനിക്ക് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ആക്നെയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് സ്റ്റോപ്സ് വർക്കിംഗ് ഫോർ മീ. സോ ഞാൻ ആ സമയത്താണ് അവരിത് ഇറക്കുകയും ചെയ്തത്. ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. ഇത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സൺസ്ക്രീനാണ്. ഇതും ബാരിയർ റിപ്പയറിങ് സൺസ്ക്രീനാണ്. ആ മോയ്സ്ചറൈസറിൻ്റെ തന്നെ സെയിം ബെനിഫിറ്റ്സ് ഉള്ള സൺസ്ക്രീൻ. ഇതും എൻ്റെ റീപർച്ചേസിംഗ് ആണ്. ഇത് ഞാൻ കുറേ മേടിച്ചിട്ടില്ല. സൺസ്ക്രീൻ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. വലിയ പാക്കാണ് ഞാൻ മേടിച്ചത്. ഇതും നല്ല സൂപ്പറാണ്. ഇത് പിന്നെ വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ. ഇതൊക്കെ നല്ലതാണ്. ലൈക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ സ്റ്റിക്കിനെസ് ഒന്നും ഉണ്ടാവില്ല. വൈറ്റ് കാസ്റ്റ് ഒന്നും ഒട്ടുമില്ലാത്ത സൺസ്ക്രീനാണ് ഇത്. പിന്നെ വിഷ് കെയറിൻ്റെ ഞാൻ പക്ഷേ എന്തോ ഒറ്റൊരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഇതാണ്. ബാരിയർ റിപ്പയറിങ്ങിൻ്റെ തന്നെ മിൽക്കി ടോണർ എസൻസ്. ബാരിയർ റിപ്പയറിങ്ങിൻ്റെ തന്നെ നോർമൽ ടോണർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ ഞാൻ മിൽക്കി ടോണർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് കുറച്ചും കൂടി നല്ലൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. സോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്മെല്ലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആട്ടോ. ക്യാമറയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല, ബട്ട്
വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇത് യൂസ് ചെയ്ത് നോക്കിയെന്നാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ടെന്നുള്ളത്. അമേർത്തിൻ്റെ അലോവേറ ജെല്ല ഇതെനിക്ക് ഹെയറിലും ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്. അലോവേറ ജെല്ലൊന്നും ഞാൻ പുറത്തുനിന്ന് ഇതുവരെ മേടിച്ച് യൂസ് ചെയ്തിട്ടില്ല. എനിക്കിവിടെ വീട്ടിലെ അലോവേറ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എടുക്കാറ് നോർമലി. പക്ഷേ എപ്പോഴും എനിക്ക് അങ്ങനെ എടുത്ത് ചെയ്യാനായിട്ട് മടിയായത് കൊണ്ടിട്ട് ഞാൻ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കിയിട്ട്. ആൻഡ് ലാസ്റ്റ് വി ഹാവ് ടേമറിക് ഫേസ് സിറം ഫ്രം ഹിമാലയ. ഇതും ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചേക്കുവാണ്. ഞാൻ സെറമൊക്കെ കുറേ നാളായിട്ട് യൂസ് ചെയ്യാറേ ഇല്ല. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് കുറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സാലിസിലിക് ആസിഡ് മേടിച്ച് യൂസ് ചെയ്തു. അത് മേടിച്ച് യൂസ് ചെയ്തൊരു 2 വീക്സ് കൊണ്ടിട്ട് എൻ്റെ ഫേസ് നിറച്ച് പിമ്പിൾസ് മാറിയിട്ട് ആക്നി ആയി. അതെനിക്ക് ഭയങ്കര വലിയൊരു ട്രോമയായി. അന്ന് ഞാൻ നിർത്തിയത് ആ ഫേസ് സിറം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോഴാണ് ഒരെണ്ണം മേടിക്കുന്നത്. ഇത് കുറച്ച് പേര് യൂസ് ചെയ്യുന്ന കണ്ടു. ദിസ് വൺ ഈസ് ലൈക്ക് സോഷ്യൽ മീഡിയ മേക്ക് മീ ബൈറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ഐ ഫീൽ അബൌട്ട് ദിസ്. എനിക്ക് ഫേസ് സിറം എന്നും ഒരു ട്രോമയാണ്. അതിന് ശേഷമാണ് ഇത് ആക്ച്വലി എനിക്കിപ്പോൾ എൻ്റെ ആക്നിയൊക്കെ പോയിട്ടുണ്ട്. ആക്റ്റീവ് ആക്നീസ് അങ്ങനെ പറയാനായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ദിബോട്ട് ഒരെണ്ണം ഉണ്ട്. അങ്ങനെ 2 എണ്ണം ആക്റ്റീവ് ആക്നി ഉണ്ട്. പക്ഷെ അതെന്നാലും വലിയ കുഴപ്പമില്ല, ഹാംഫുൾ അല്ലാത്ത രീതിക്ക് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ ഇത് ഈ മാർക്സ് ഉണ്ടല്ലോ, മാർക്സ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. മഞ്ഞളുടെ മണം. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.